നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ഇന്നലെ 100 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏറെ നാളുകളായിട്ട് 25,100 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മാർക്കറ്റ് അവേഴ്സിന് ശേഷം നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള റിലയൻസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് IT കമ്പനീസിൻ്റെ റിസൾട്ട് ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞു. റിലയൻസ് മാറ്റി നിർത്തിയാൽ കൂടി ഇൻസ്റ്റാൻ സിങ്ക്, JSW സ്റ്റീൽ, ബന്ധൻ ബാങ്ക്, ഇന്ത്യ മാർട്ട്, ഇന്ത്യൻ ബഷ്, അതുൽ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരും. FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു. ചെറിയ എമൗണ്ട് അല്ല, 3,694 കോടി രൂപയ്ക്ക് അവർ സെല്ല് നടത്തി. DIs 2,821 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ US താരിഫ് ഫിയറുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് ഓരോ ദിവസവും മിക്സഡായ രീതിയിലാണ് റിയാക്ട് ചെയ്യപ്പെടുന്നത്. അവിടെയും Q2 റിസൾട്ട് ഓൺഗോയിങ് ആണ്. അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ നോക്കാം. ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ +74 പോയിൻ്റാണ്. ജപ്പാനും കൊറിയയും ചൈനയും ഓസ്ട്രേലിയയിലും തന്നെ പോസിറ്റീവായ രീതിയിൽ ഫ്ലാറ്റായിട്ട് നിലകൊള്ളുന്നു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ വീണ്ടും ഒരു വിശ്രമത്തിന് ശേഷം വീണ്ടും തിരികെ എത്തി 1,20,000 എന്ന റേഞ്ച് ബിറ്റ്കോയിനും എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം റിലയൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ റിസൾട്ടും അതിൻ്റെ ഫോർകാസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള രീതിയിൽ റിലയൻസിലേക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്യപ്പെട്ടേക്കാം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. സൺടെക് റിയാലിറ്റി നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്നു. കമ്പനി എക്സ്പാൻഷൻ പ്ലാനുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തി. സ്ട്രീറ്റ് എസ്റ്റിമേഷനോടൊത്ത് വന്നിട്ടില്ല റിസൾട്ട്. മൈൻട്രി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 1,254 കോടി രൂപ കരസ്ഥമാക്കി. വിപ്രോ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 3,336 കോടി രൂപ കരസ്ഥമാക്കി. ടയർ നിർമ്മാതാക്കളായിട്ടുള്ള സിയറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇടിവ് രേഖപ്പെടുത്തി. 112 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. എന്നാൽ റവന്യൂ 10% വർധനവുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 42% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ജിയോ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3.8% വളർച്ച കൈവരിച്ച് 325 കോടി രൂപ. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്ന് 296 കോടി രൂപ കരസ്ഥമാക്കി. ന്യൂവാക്കോ വിസ്റ്റാസ് കമ്പനി സിമൻറ്റ് നിർമ്മാതാക്കളാണ്. ഇവർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു 2.25 കോടി രൂപയിൽ നിന്ന് 133 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി ഇത്തവണ നഷ്ടമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ 22 കോടി രൂപ നഷ്ടം, ഇത്തവണ 15 കോടി രൂപ നഷ്ടം കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.5 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് ഉയർന്നു. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി പുതിയൊരു ഓർഡർ ലഭിച്ചു. അഫ്കോൺ ഇൻഫ്ര കമ്പനിക്ക് 4,500 കോടി രൂപയുടെ ഓർഡർ കൊറേഷ്യയിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.